വെൻ wounded people can become healers. എവിടെയൊക്കെയാണ് നിങ്ങൾ കുരുങ്ങി നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്, ഏതിരുട്ടിലാണോ നിങ്ങൾ നിൽക്കുന്നത്, പുറത്തേക്ക് വാ, പുറത്തെ വെയിലിലേക്ക് വാ, പുറത്തെ പ്രകാശത്തിലേക്ക് വാ, പുറത്തെ പൂക്കളിലേക്ക് വാ. ഒരു കാലത്ത് ഒരു പരിഗണനയ്ക്കും വിധേയപ്പെടാത്ത, ശ്രദ്ധയ്ക്ക് കാരണമാകാത്ത മനുഷ്യരെ അവനിങ്ങനെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുകയാണ്. അവരായിരിക്കും ഭൂമിയുടെ ഈ മൂലക്കല്ലായിട്ട് മാറാൻ പോകുന്നത്. ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. യേശു പിശാചുക്കളെ ഒഴിവാക്കുന്നത് അവരുടെ തലവനായ ബീൽസബൂളിനെ കൊണ്ടാണെന്നൊരു ആരോപണം ഉയർന്നപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടുകൂടെയാണ് യേശു അവരെ അഡ്രസ്സ് ചെയ്ത് അഭിമുഖീകരിച്ചത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ടാണ്, എന്തിനെക്കൊണ്ടാണ് ഇത്തരം ഉച്ചാരണ ക്രിയകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇനി അത് നിങ്ങൾ ആരോപിക്കുന്ന കണക്ക് ഈ ഒരു പിശാചുക്കളുടെ തലവനായ ബീൽസബൂളിനെ കൊണ്ടല്ലെങ്കിൽ, പകരം ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിധിക്കുമെന്നൊരു അർത്ഥം വരുന്ന ഒരു വിചാരത്തിലാണ് ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത്. എന്ന് വെച്ചെന്നാൽ വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന, ഏർപ്പെടാവുന്ന ഒരു ശുശ്രൂഷയൊക്കെ ആയിട്ടാണ് ഈ ഉച്ചാടനം എന്നൊരു വാക്ക് പുതിയ നിയമത്തിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ ഈ ചലച്ചിത്രങ്ങളിലും കഥകളിലും നാട്ടിൻപുറത്തെ കൊച്ചുവർത്താനങ്ങളിലുമൊക്കെ കൂടി രൂപപ്പെടുത്തിയെടുത്ത ആ ഉച്ചാടന ക്രിയകൾ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കളയണം. അത് വളരെയേറെ കവിതയുള്ളൊരു വാക്കായിട്ട് ധ്യാനിക്കണം. ഇങ്ങനെ ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ ശിഷ്യരെ അയക്കുമ്പോൾ അവരാവട്ടെ ആ ദേശത്തെ ഏറ്റവും അവഗണിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. തങ്ങളുടെ പ്രത്യേക തൊഴിലുകൊണ്ടും തങ്ങൾ പാർക്കുന്ന ഇടം കൊണ്ടുമൊക്കെ അവരിങ്ങനെ ദേശത്തിൻ്റെ വിളിമ്പിൽപ്പെട്ട മനുഷ്യരായിരുന്നു, കടലോരത്തുള്ള മനുഷ്യരായിരുന്നു. അവരിങ്ങനെ കോർണർ സ്റ്റോൺ ആക്കാനായിട്ട്, മൂലക്കല്ലാക്കി മാറ്റാനായിട്ടാണ് അവിടെ ശ്രദ്ധിച്ചത്. സാധാരണ കെട്ടിടം പണിയുമ്പോൾ കൃത്യമായ അളവുള്ള കല്ലുകൾ കൊണ്ടാണ് അവരിങ്ങനെ കെട്ടിടം കെട്ടിപ്പൊക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ അളവിലും പെടാത്ത ചില കല്ലുകൾ മാറ്റിവെക്കും. ഈ കല്ലുകളുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ള. അപ്പോൾ ഒറ്റനോട്ടത്തിൽ കാര്യമായിട്ട് ഒരു പരിഗണനയ്ക്കും കാരണമില്ലാത്ത മനുഷ്യരായിരുന്നു പിന്നീട് പലതിൻ്റെയും മൂലക്കല്ലായിട്ട് മാറുന്ന ആ ഒരു കണക്റ്റിംഗ് സ്റ്റോണെന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാൻ, രണ്ട് പലതിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഒരു യൂണിറ്റിയെക്കുറിച്ചൊക്കെ ഉള്ള വീണ്ടും വിചാരങ്ങളും അതിനെ ആഴപ്പെടുത്തുന്നതൊക്കെ പിന്നീട് ഈ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് യേശു കൊടുക്കുന്നൊരു 4 നിർദ്ദേശം ആർക്കു വേണ്ടിയുള്ള നിർദ്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു ഓർഡിനറി ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു ക്ഷണമായിട്ട് തന്നെ സുവിശേഷത്തെ കാണാനായിട്ട് പറ്റണം. അതിങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള, ജനറിക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു തലത്തിലുള്ള സംഭാഷണങ്ങളിലായിരുന്നു യേശു ഏർപ്പെട്ടത്. കുറേ പേര് ഹാൻഡ് പിക്ക് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ് നമ്മൾ. അതങ്ങനെ തന്നെയാണ് നമ്മൾ പരിഗണിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ കൊടുക്കുന്നൊരു 4 സൂചനകളുണ്ട്. ഒന്നിങ്ങനെ രോഗികളെ സൗഖ്യപ്പെടുത്തുക, 2 മരിച്ചവരെ ഉയർപ്പിക്കുക, 3 കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുക, 4 പിശാച് ബാധിതരെ വിടുതൽ കൊടുക്കുക. ഈ 4ഉം ഒരു മനുഷ്യധർമ്മം എന്ന നിലയിൽ മെച്ചപ്പെട്ട ഭൂമിയെയും മനുഷ്യരെയും സ്വപ്നം കാണുന്നവർ ഇങ്ങനെ കൃത്യമായിട്ട് തങ്ങൾക്കുള്ള പാഠഭാഗമായിട്ട് എടുത്ത് ധ്യാനിക്കണം. അതിങ്ങനെ രോഗികളെ സൗഖ്യപ്പെടുത്തുക. ഇതൊരു രോഗാതുരമായൊരു ഭൂമിയാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം വ്യത്യാസമുള്ളതായിട്ട് മാറാൻ പോകുന്നത്, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തരി വെളിച്ചം പ്രവേശിക്കാൻ പോകുന്നത്? അത് വളരെ സിമ്പിളായൊരു കണ്ടെത്തലിനകത്താണ്. എന്താണത്? നമ്മൾ ആരോടൊപ്പമാണോ പാർക്കുന്നത് അവർ വണിതരായ മനുഷ്യരാണ് തിരിച്ചറിയുമ്പോഴാണ്, ഉള്ളിൽ പരിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് തിരിച്ചറിയുമ്പോഴാണ്, ആ നിമിഷം ഉള്ളിലിങ്ങനെ ഒരു പുതിയൊരു കരുണയുടെ അധ്യായം ആരംഭിക്കാൻ പോവുക, ജീവിതത്തിൽ കരുണയുടെ ഒരു ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. കമ്പാഷനെ കുറിച്ചുള്ള നിർവചനം പോലും അങ്ങനെയാണ്. ദ ഡേ വി അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് us ആർ സഫറിങ്. നമ്മളെല്ലാം ഒരേപോലെ സഹിക്കുന്നു എന്ന് പിടുത്തം കിട്ടുന്നൊരു ദിവസമാണ് ഈ കരുണ ആരംഭിക്കുന്നത്. അവരുടെ കാര്യങ്ങളെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു മുള്ളംപന്നിയെ എങ്ങനെ ആലിംഗനം ചെയ്യണമെന്ന് അർത്ഥം വരുന്ന
ശീർഷകമുള്ള ഒരു പുസ്തകം അടുത്ത ദിനങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ വളരെ ഹാർഡായിട്ടുള്ള മനുഷ്യർ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യർ, ഒരു തരത്തിലും നമ്മളുടെ ഒരു സൗഹൃദത്തിന് നിരക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാത്ത മനുഷ്യർ, അത്തരം മനുഷ്യരോടൊപ്പമുള്ള പാർപ്പ് എങ്ങനെ സാധ്യമാകാമെന്നുള്ള ഒരു ചർച്ചയാണ് വാസുല ചെറിയ പുസ്തകം. അപ്പം അതിനകത്ത് ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ എന്തുമാത്രം കഠിനഹൃദയരായിട്ട് കരുതുന്ന മനുഷ്യർ, നിങ്ങളോട് എന്തുമാത്രം കഠിനമായിട്ട് വർദ്ധിച്ച മനുഷ്യരാണെങ്കിലും ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളണം, അവരെന്തുമാത്രം ഈ ഒരു പരുക്കൻ തലങ്ങൾ സൂക്ഷിക്കുന്നു, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: അവരത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മുറിവേറ്റ മനുഷ്യർ വളരെ ശ്രദ്ധിക്കും. കാരണം ഇനി ഒരു കാര്യത്തിൽ ചെന്ന് ചാടാനായിട്ടോ മറ്റൊരു പരിക്കിന് വിധേയപ്പെടാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ കാട്ടുന്ന ഒരു വല്ലാത്തൊരു ശ്രദ്ധ, ഒരുപക്ഷെ സങ്കടം നിറഞ്ഞ ശ്രദ്ധയാണ് പലപ്പോഴും ഈ മനുഷ്യൻ്റെ പരുക്കൻ ഭാവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മുള്ളംപന്നിയെപ്പോലും നിങ്ങൾക്ക് ആലിംഗനം ചെയ്യാൻ പറ്റും, അതിനകത്ത് ഒരു പരിക്കേറ്റൊരു വ്യക്തി ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഒന്നാമത്തെ അതാണ്. ഇങ്ങനെ രോഗാതുരമായൊരു ഭൂമിയാണിത്. എത്ര ആരോഗ്യമുള്ള മനുഷ്യരെ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ അമിതമായിട്ട് മദ്യപിക്കുന്ന മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമൂഹത്തിൻ്റെ ശിക്ഷ എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഇങ്ങനെ തെങ്ങിലൊക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. കയ്യിലിരിപ്പ് കൊണ്ടാണ് മനുഷ്യൻ മദ്യപിച്ചതെന്നും ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടാണ് മനുഷ്യൻ മദ്യപിച്ചതെന്നും ഒക്കെ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത്രയും അശാസ്ത്രീയമായ ചില വിചാരങ്ങളുള്ളിൽ പെരുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഇത്തരം ആസക്തികളൊക്കെ പെട്ടുപോയ മനുഷ്യർക്ക് ജീവിതം കഠിനമായൊരു സ്ട്രഗിളായിട്ട് മാറി. അങ്ങനെ അപമാനിതരായിട്ടും ചിലപ്പോൾ സ്വയഹത്യയിലുമൊക്കെ അവസാനിക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ കഥ ചുരുങ്ങിപ്പോയി. ഇന്ന് നമുക്കറിയാം, തങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു മദ്യപാന ആസക്തി എന്ന് പറയുന്നത് ചികിത്സ ആവശ്യമുള്ളൊരു രോഗമാണ്. അങ്ങനെയാണ് നമുക്ക് ഇത്രയും ഡി അഡിക്ഷൻ സെൻ്ററൊക്കെ വരുന്നത്. അപ്പോൾ ഒരിക്കൽ തങ്ങളുടെ എന്തോ പ്രശ്നം കൊണ്ടാണെന്നും ഒരിക്കൽ തങ്ങളുടെ എന്തോ അഹങ്കാരം കൊണ്ടാണെന്നും ഒക്കെ കരുതിയിരുന്ന കാര്യങ്ങൾ രോഗം കൊണ്ടാണെന്ന് പിടുത്തം കിട്ടിയ ഒരു കാലം തൊട്ട് സമൂഹത്തിനും കൂടെ പാർക്കുന്നവർക്കുമൊക്കെ ഇത്തരം മനുഷ്യരോടുള്ള അനുഭാവവും കരുണയും വർദ്ധിച്ചു. എന്തിനകത്തും അങ്ങനെ ഉണ്ട്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ പോലും വാസ്തവത്തിൽ അത് രോഗാതുരതയുടെ അടയാളമാണ്. പൊതുവെ പുരുഷൻ്റെ ദേഷ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അയാളുടെ മറച്ചു വെക്കപ്പെട്ട സങ്കടമാണ്. ഇങ്ങനെ ഇൻവേർട്ടഡ് ഗ്രീഫ് ബിക്കംസ് റേജ് എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള അയാളുടെ ദുഃഖങ്ങൾ, അയാളുടെ ഫ്രസ്ട്രേഷൻസൊക്കെ ഇങ്ങനെ ശോഭമായിട്ട് മാറുക. എനിക്കത് പിടുത്തം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കന്മാർ, വിശേഷം അതിനകത്ത് ഈ അച്ഛന്മാരെന്തുകൊണ്ടാണ് ഇത്രയും മക്കളോട് കഠിനഹൃദയരായത് ഉള്ളതിന് ഉത്തരം കിട്ടി. പല രീതിയിലും അവർക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആങ്സൈറ്റീസ് ഉണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിടത്തിൽ ഇവരെത്തിക്കാമെന്നുള്ള ധൈര്യമൊന്നുമില്ല. ഇതിന് തങ്ങൾ ചെയ്തിരുന്നൊരു ജോലിയോ തങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു പ്രൊഫൈൽ പോലും തങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഉറപ്പില്ലാത്ത ഇത്തരം മനുഷ്യർ ഈ കഠിനമായ ആകുലതയിൽ നിന്നും കഠിനമായ ദുഃഖത്തിൽ നിന്നുമൊക്കെ ഇങ്ങനെ കുപിതരായ മനുഷ്യരായിട്ട് മാറുകയാണ്. ഇൻവേർട്ടഡ് ഗ്രീഫ് ഈസ് റേജ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ രോഗാതുരമായൊരു ഭൂമിയാണ്. അത്തരം രോഗാതുരായ മനുഷ്യരോട് അനുഭാവം പുലർത്താൻ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ മനുഷ്യർക്ക് രോഗമുണ്ടെന്ന് പിടുത്തം കിട്ടുന്ന ആ നിമിഷം തൊട്ട് വലിയ വ്യത്യാസം ഉണ്ടാവുകയാണ്. കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും, കൂടെ പാർക്കുന്ന എല്ലാ മനുഷ്യരും ഒക്കെ അങ്ങനെയാണ്. മുമ്പൊരിക്കലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. വളരെയേറെ ഭംഗിയായിട്ട് കുടുംബത്തെ നോക്കുന്ന ഒരു ചങ്ങാതി എനിക്കുണ്ട്. പക്ഷെ അയാളുടെ ഭാര്യ കുറച്ച് ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വളരെയേറെ മോണിറ്റേഡായി മനുഷ്യൻ്റെ ജീവിതം, വളരെ ഹാർഡായിട്ടൊക്കെ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കാലമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു ദിവസം ഞാൻ നല്ല അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ ഈ ലേഡിയോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞു, എൻ്റെ അറിവിൽ ഇത്രയും നന്നായിട്ട് കുടുംബത്തെ നോക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അവൾ സമ്മതിച്ചു, അതങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ വസ്തുത്തിൽ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അയാൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നത് അവളുടെ ഒരു കഥയാണ്, അവളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അവൾ 8 ഇങ്ങനെ 9 പഠിക്കുമ്പോഴേക്കും അവളുടെ അച്ഛൻ ഇങ്ങനെ വീട് വിട്ടു പോയതാണ്. അച്ഛൻ വീട് വിട്ടു പോയ നാൾ തൊട്ട് അമ്മയെ കാണാനെത്തുന്ന അയൽക്കാരും ബന്ധുക്കളുമൊക്കെ ഒരു സുഹൃതജപം കണക്ക് ആ വീടിൻ്റെ അടുക്കളയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ്: ഈ പെണ്ണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിൽ ആണുങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരു
ഹൈസ്കൂളിലെത്തിയ കുട്ടിയുടെ ഉള്ളിലേക്ക് ഈ വാക്ക് വലിയ ഭാരത്തോടുകൂടി വന്ന് വീഴുകയാണ്. പെണ്ണുങ്ങളുടെ പിടിപ്പേട് കൊണ്ടാണ് ഇങ്ങനെ ആണുങ്ങൾ വിട്ടിട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ആ ചെറിയ പ്രായം തൊട്ട് ഒരു ടീനേജർ എന്ന നിലയിൽ ഇവളിങ്ങനെ പിടിപ്പുള്ള സ്ത്രീയാകാനായിട്ട് ശ്രമിക്കുക. ആ പിടിപ്പുള്ള സ്ത്രീയാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നിഷ്ഠയും ഇത്രയും ചട്ടങ്ങളുമൊക്കെ അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. ഈ കഥ ഇവൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ അത് അയാളോടുകൂടി പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അടുപ്പമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിത് ഈ വ്യക്തിയോട് പറയുമ്പോൾ അയാളിങ്ങനെ വാവിട്ട് കരയുക. ഇന്നോളം അങ്ങനെ ഒരു ഹിസ്റ്ററി അവൾ പറഞ്ഞിട്ടില്ല. അപ്പനില്ലെന്നറിയാം, അപ്പനിങ്ങനെ അമ്മയെ വിട്ടിട്ട് പോകാനൊക്കെ അറിയാം, പക്ഷെ അതുണ്ടാക്കിയ ഒരു ഭാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിനിടയിൽ അവൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയൊരു ഗൃഹപാഠം നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു കൊടുത്ത ഗൃഹപാഠത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു വൾണറബിളായിട്ടുള്ളൊരു മേഖല അവൾക്കുണ്ടെന്ന് പിടുത്തം കിട്ടുന്ന നിമിഷം തൊട്ട് ഇയാളിങ്ങനെ കരുണയുള്ള മനുഷ്യനായിട്ട് മാറുക. അപ്പോൾ രോഗാതുരമായ ഭൂമിയാണെന്ന് യേശു ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തു. എറവർ യു ഗോ ഹീൽ ദ സിക്ക്. കാരണം എവിടെ നിങ്ങൾ പോകുമ്പോഴും അവിടെ ഇങ്ങനെ രോഗിയായൊരു മനുഷ്യനുണ്ടാവും. അർത്ഥത്തിൽ ഈ സുവിശേഷ സംരംഭത്തിൽ ഏർപ്പെടുന്ന മനുഷ്യർ, ഈ സുവിശേഷ പ്രക്രിയയിൽ ഏർപ്പെടുന്ന മനുഷ്യരും പരിക്കേറ്റ മനുഷ്യർ തന്നെയായിരിക്കും. അത് വലിയൊരു ആശ്വാസം നമുക്ക് തരുന്ന ഈ പരിക്കേറ്റ മനുഷ്യർക്കും ബാക്കിയുള്ളവരുടെ സൗഖ്യ ശുശ്രൂഷയിൽ, സമന ശുശ്രൂഷയിൽ പങ്കാളിയാകാൻ പറ്റും. യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ യഹൂദർക്കിടയിലുള്ളൊരു കഥയുണ്ട്. നമ്മൾ കരുതുന്ന കണക്ക് അവരും വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്കൂൾ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ജുഡൈസിൽ വിശ്വസിക്കുന്നത് മിശിഹ വരുന്നത് ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും അടിഞ്ഞുകൂടിയ മനുഷ്യരുടെ ഇടയിൽ നിന്നായിരിക്കും. വിശേഷം ജെറുസലമിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ വിളിമ്പിലായിട്ട്, ഈ നഗരത്തിൻ്റെ വിളിമ്പിലായിട്ടാണ് ഈ പറഞ്ഞ രോഗികളായ മനുഷ്യരൊക്കെ പാർക്കുന്നത്. ശരിക്കും കുഷ്ഠരോഗികളൊക്കെ പാർക്കേണ്ട കൂടാരങ്ങൾ അവിടെയാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് മിശിഹ വരുന്നതെന്നാണ് ഈ പറഞ്ഞ ഒരു പ്രത്യേക യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നത്. അങ്ങനെ കാരണമുള്ള ഒരു സങ്കല്പത്തിൽ തന്നെയാണ് അവരുടെ മിശിഹ സങ്കല്പവും നിലനിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത്രയും വ്രണതരായ മനുഷ്യരിൽ നിന്ന് നമ്മുടെ മിശിഹായെ തിരിച്ചറിയണം ചോദിക്കുമ്പോൾ അതിന് അവരൊരു റാബി കൊടുക്കുന്ന ഉത്തരം ഇതാണ്: ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുറിവൊക്കെ മാറ്റിക്കെട്ടാൻ വേണ്ടി അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാൻഡേജൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് എല്ലാ മുറിവുകളും അഴിച്ചു നിൽക്കുമ്പോൾ മിശിഹ ഈ തൻ്റെ മുറിവുകളിൽ ഒരു മുറിവ് മാത്രം അഴിച്ചിട്ട് ഓരോന്നായിട്ടാണ് ഇങ്ങനെ അഴിച്ചു കെട്ടുന്നത്. കാരണം അതിനിടയിൽ ആർക്കെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ, ആരിലേക്കെങ്കിലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ടെങ്കിൽ അതിനെ സാധ്യമാക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഓരോ മുറിവുകളെടുത്തും അഴിച്ചു കെട്ടുകയാണ്. കാരണം എല്ലാ മുറിവുകളും അഴിച്ചു മാറ്റി കഴിയുന്നാൽ ഇത് മുഴുവൻ വരിഞ്ഞു ചുറ്റുന്നത് വരെ വേറൊരാൾക്ക് ഇയാളുടെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ സ്വയം മുറിവേറ്റ് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നിൽക്കുന്നൊരു ഹീലർ സങ്കല്പവും ഉണ്ട്. എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ പൂർണ്ണമായ സൗഖ്യത്തിലും പൂർണ്ണമായ സമാധാനത്തിലും ഒക്കെ ആയിട്ട് ലോകത്തെ സൗഖ്യപ്പെടുത്താമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. വെൻ വൂണ്ടഡ് പീപ്പിൾ ക്യാൻ ബിക്കം ഹീലേഴ്സ്. അതിങ്ങനെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് വളരെയേറെ ശ്രദ്ധയും ധ്യാനവും ഒക്കെ കിട്ടുന്ന ആ ചോസൻ എന്ന് പറയുന്ന ആ ഒരു സീരീസ് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ അതിനകത്തൊരു ശിഷ്യൻ ഇങ്ങനെ മുടന്തുള്ളൊരു മനുഷ്യനാണ്. ഈ മുടന്തനായ മനുഷ്യൻ തന്നെയാണ് മറ്റൊരു മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നത്. ഒരു സാധാരണ ചിത്രത്തിലാണെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു ബ്ലാക്ക് ഹ്യൂമർ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇത് കാണുമ്പോൾ നമ്മുടെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോൾ മുടന്തുള്ളൊരു മനുഷ്യനും വേറൊരു വ്യക്തിയെ നൃത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ നിർദ്ദേശം ഇതെങ്ങനെയാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. 2, ഈ മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ബന്ധപ്പെട്ടൊരു വ്യക്തിയുമായിട്ട് ഒരു സംഭാഷണം ഞാനിങ്ങനെ TV കണ്ടിട്ടുണ്ട്. കുറച്ച് അഗ്രസീവായിട്ടാണ് എനിക്കതിൻ്റെ ആ ഒരു സംഭാഷണം നയിക്കുന്ന മനുഷ്യന് തോന്നിയത്. അല്ലെങ്കിൽ വളരെ ചലഞ്ച് ചെയ്താണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സമാധാനത്തിലോ സ്നേഹത്തിലോ ഉള്ളൊരു ശരീരഭാഷ അയാൾക്കില്ല. അപ്പം ഇങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന രോഗശാന്തിയെക്കുറിച്ചൊക്കെ വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ അതിനെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: യേശു രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഇത്തരം ശുശ്രൂഷകൾ അവിടെ നടക്കുന്നത്. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ ആരെങ്കിലും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ? നമുക്കത് വലിയ ഭാരം തരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കറിയാം അതിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. പെട്ടെന്ന് ഈ ഒരു
ധ്യാന ഗുരു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ മനുഷ്യൻ പുഞ്ചിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, രോഗികൾ സൗഖ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ധ്യാന ഇടത്തിൽ സംഭവിക്കുന്നൊരു കാര്യം മരിച്ചവർ ഉയർക്കുക. ഓരോ ദിവസവും ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തു വരുന്ന ഞങ്ങൾ കാണുകയാണ്. പെട്ടെന്ന് ഈ സംഭാഷണം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് വല്ലാത്തൊരു പരുങ്ങലിലാവുകയാണ്. കാരണം അതിൻ്റെ ധ്വനി അയാൾക്കും വ്യക്തമായി. കാരണം മരണമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മരണമൊഴികെ ബാക്കിയുള്ള എല്ലാമാണ്. കാരണം ഇപ്പം നമ്മൾ മരണമെന്ന് പറയുന്നൊരു കാര്യം, ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ കടന്നു പോകുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് സുവിശേഷം അല്ലെങ്കിൽ പുതിയ നിയമമോ അല്ലെങ്കിൽ ഈവൻ മുഴുവൻ ബൈബിള് പോലും എന്ത് ചെയ്യുന്ന കഠിനമായ ഒന്നായിട്ട് കണക്കാക്കുന്നില്ല. ഭാരതത്തിൽ ഒരു മരണം സംഭവിക്കും നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? അയാൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ മരണവും മോക്ഷവും ഏകദേശം ഒരേ പദമായതുകൊണ്ട്, മോക്ഷം ആനന്ദിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടും നിലനിൽക്കേണ്ട ഒരു അനുഭവമായതുകൊണ്ടും മരണം കഠിനമായ അനുഭവമായിട്ട് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യർക്ക് ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കടന്നുപോയ മനുഷ്യന് അത് ലിബറേറ്റീവ് പോയിൻ്റാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ പൗലോസ് പറയുന്നത്, എൻ്റെ ഉള്ളിൽ രണ്ട് അംശങ്ങൾ ഈ പരസ്പരം തർക്കത്തിലാണ്. ഒന്നിങ്ങനെ മരിച്ച അവനോടൊപ്പമായിരിക്കുക, അതിനുവേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ദാഹിക്കുന്നത്. രണ്ട് ശരീരത്തിൽ അവന് വേണ്ടി സാക്ഷ്യം പറയുക. അപ്പോൾ അത്രയും ഒരുതരം മരണകാമന പോലും ഉണ്ടാകുന്ന വിധത്തിലുള്ള ആന്തരിക പ്രപഞ്ചമുള്ള ഒരു ലോകമാണ് ഈ പുതിയമെന്ന് പറയുന്നത്. മരിക്കുന്നതിനകത്ത് എന്താ കുഴപ്പം എന്ന് പറയുന്ന വിധത്തിൽ മരണം സരളവും ഹൃദ്യവുമൊക്കെയായി മാറിയ അനുഭവം. അപ്പോൾ മരിച്ചൊരു ഉയർപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ പുതിയ നിയമത്തിൽ അതിങ്ങനെ മരണമൊഴിച്ച് ബാക്കിയുള്ള എല്ലാം മരണമാണെന്ന് പറഞ്ഞതിനകത്ത് വല്ലാത്തൊരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ആളുടെ ചോദ്യത്തിൽ നിന്ന് വഴുതിമാറുന്ന ഉത്തരമല്ല. എനിക്ക് തോന്നിയത് അതിനകത്ത് ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിട്ടയർമെൻറ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അതിനെ ഹോസ്റ്റ് ചെയ്ത വ്യക്തി പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു മരണമാണ്. അന്നൊരു സജീവമായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം കാര്യങ്ങളൊക്കെ തൻ്റെ വീടിൻ്റെ ചുമരുകളിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയുന്നൊരു സംഭവം. അതും എന്തൊരു ചെറിയ പ്രായത്തിലാണ്, 55 വയസ്സെന്നൊക്കെ പറയുന്നത് എന്തൊരു ചെറിയ പ്രായമാണ്. ആ പ്രായത്തിലൊക്കെ ഒരാൾ റിട്ടയർ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി മറ്റൊരു കാര്യത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തൻ്റെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ അത്ര പങ്കാളിത്തം ഇല്ലെങ്കിൽ എന്തൊരു മരണം അത്. അല്ലെങ്കിൽ സെപ്പറേഷൻ, ഒരു ഡൈവേഴ്സ്, അല്ലെങ്കിൽ വൈധവ്യം, ഒരു ചങ്ങാതി പിരിഞ്ഞു പോവുക, ഒരു അപഖ്യാതിയിലൂടെ കടന്നു പോവുക, ഒരു അപമാനത്തിന് വിധേയപ്പെടുക, ഒക്കെ മരണങ്ങളാണ്. എത്ര മരണങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് മനുഷ്യരെ ഉയർപ്പിക്കേണ്ടതായിട്ട് വരിക. ഒരു വിഷാദത്തിൻ്റെയൊക്കെ ഒരു എപ്പിസോഡ് ഉണ്ടായൊരു കാലമുണ്ടായിരുന്നു. ഒരു 3 വർഷക്കാലം ഇങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടു പോകുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മൂരുടെ പുറത്തൊരു കൊട്ട് കേൾക്കും. അങ്ങനെ അത് മിക്കവാറും എൻ്റെ സഹോദരിൽ ഒരാളായിരിക്കും, വിശേഷം എൻ്റെ കപ്പുച്ചിൻ സഹോദരിൽ ഒരാൾ. ഇങ്ങനെ സന്യാസ സമൂഹം, അത്രയും ഈ സഹോദരർക്ക് മൂല്യം കൊടുക്കുന്നൊരു സമൂഹമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ നിയമവലി ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഒരു അമ്മ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അസില ഫ്രാൻസിസ് കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വരിയാണ്. അസില ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ഒബ്സഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പീക്കാന്ന് പറയുന്ന തൻ്റെ അമ്മയായിരുന്നു. ആ അമ്മ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബോധങ്ങൾ, ചില പാഠങ്ങളൊക്കെ ഇപ്പോഴുള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കണം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും സഹോദരൻ കാണാനായിട്ടുണ്ടാവും. എന്നിട്ട് വരികയാണ്, പുറത്തോട്ട് പാടാം, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ കാര്യം, എന്തായാലും അതിന് പരിഹാരം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ഈ മരിച്ചൊരു ഉയർപ്പിക്കുക എന്ന് പറയുന്നത്. കം ഔട്ട്. എവിടെയൊക്കെയാണ് നിങ്ങൾ കുരുങ്ങി നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്, ഏതിരുട്ടിലാണോ നിങ്ങൾ നിൽക്കുന്നത്, പുറത്തേക്ക് വാ, പുറത്തെ വെയിലിലേക്ക് വാ, പുറത്തെ പ്രകാശത്തിലേക്ക് വാ, പുറത്തെ പൂക്കളിലേക്ക് വാ, പുറത്തെ പച്ചപ്പിലേക്ക് വാ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, രോഗികളെ സൗഖ്യപ്പെടുത്തുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യം ഈ മരിച്ചൊരു ഉയർപ്പിക്കുക എന്നുള്ളത്. കുറ്റബോധത്തിൽ നിൽക്കുന്നൊരു മനുഷ്യനോട് സാരമില്ലെന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു കോട്ട് വായിച്ചു, എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കുളിക്കുന്ന കണക്ക്, ശരീരം ശുദ്ധിയാക്കുന്ന കണക്ക് രാത്രി നിങ്ങളുടെ പാപത്തെ ഉപേക്ഷിച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ആ ദിവസം സംഭവിച്ചിട്ടുള്ള എല്ലാ അധാർമികമായ അകൃത്യങ്ങളോ നല്ലതല്ലാത്ത ഭാവനകളെ കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കുളിച്ചിട്ട് കിടക്കാൻ പോകുന്ന കണക്ക് ഉള്ളിനും അങ്ങനെ ഒരു കുളി കൊടുത്തിട്ട് കിടക്കാൻ പോയെങ്കിൽ സമാധാനം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത്. അപ്പം അത് രണ്ടാമത്തെ ഒരു സംഭവം, ഇങ്ങനെ മരിച്ചൊരു ഉയർപ്പിക്കുക എന്നുള്ള. 3, ഇങ്ങനെ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക. അതിങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഒക്കെ ഒരു കാലത്ത് നമുക്ക് പറഞ്ഞാൽ പിടുത്തം കിട്ടും.
കുഷ്ഠമുള്ള ഒരാൾക്കും കുഷ്ഠമില്ലാത്ത ഒരാൾക്കും ഇടയിൽ ഇങ്ങനെ 6 അടി അകലം സൂക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളൂ. ദൂരത്തിലായാലും തെരുവിലായാലും മൈതാനത്തിലായാലും അയാൾ ആരെയും സ്പർശിച്ചിട്ടില്ല. ഇത്തരം എല്ലാ ഇടങ്ങളിലും നമ്മൾ വായിച്ച് കേൾക്കുന്നൊരു സംഭവമുണ്ട്. ഈ കുഷ്ഠരോഗികളൊക്കെ യേശുവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ സൗഖ്യപ്പെടും. ഇപ്പം നമ്മൾ വലിയ വിശ്വാസ പ്രഖ്യാപനമൊക്കെ ആയിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. വാസ്തവത്തിൽ അത് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ കഥയല്ല. ആ രോഗമുള്ള ഒരാളും രോഗമില്ലാത്ത ഒരാൾക്കും ഇടയിൽ സൂക്ഷിക്കേണ്ട ഒരു അകലമുണ്ട്. അതിങ്ങനെ ഒരു 6 അടി അകലമാണ്. ആ അകലം സൂക്ഷിച്ചുകൊണ്ട് സംഭവിക്കാവുന്ന ഏക സംവേദനം എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമാണ്. ഈ എക്സ്ചേഞ്ച് വേർഡ്സ്. അപ്പോൾ അത് സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനാണ് പറയുന്നത്. അത്ര എല്ലാ ഇടങ്ങളും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. യേശു അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ തലക്ക് കൈവച്ച് വൈദ്യർ പ്രാർത്ഥിക്കുന്ന രീതിയല്ല. ഇങ്ങനെ ഗാഢാലിംഗനത്തിലാവുക എന്നുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു സ്പർശം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ എല്ല് നുറുങ്ങുന്ന വിധത്തിൽ കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നല്ലതുപോലെ പണി ചെയ്ത് ബലിഷ്ഠമായ കരങ്ങളുള്ള ഈ ചെറുപ്പക്കാരനായ ആചാര്യൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ഈ പാവപ്പെട്ട മനുഷ്യർ, ഒരു കാലത്തും ആരാലും സ്പർശിക്കാത്ത മനുഷ്യർ വാവിട്ട് കരയുക. വർഷത്തിൽ അതായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിചാരം. ചെറുപ്പത്തിൽ എപ്പോഴും അമ്മ കുളിപ്പിച്ചതിന് ശേഷം ആരും കുളിപ്പിക്കാത്ത മനുഷ്യർ ഈ മനുഷ്യൻ്റെ ആ ചൂടിനകത്ത് ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ഇത്രയും കാലത്തെ അധമബോധമൊക്കെ ഇങ്ങനെ മഞ്ഞ് മലകൾ ഉരുകുന്ന കണക്ക് ഇങ്ങനെ ഉരുകിപ്പോവുകയാണ്. അപ്പോൾ കുറേ കൂടി മനുഷ്യരെ തൊടുക. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യരെ പല തട്ടിലാക്കിയിരിക്കുന്ന എല്ലാ സാമൂഹിക ഘടനകളും ഇങ്ങനെ ഒരു പുനഃക്രമീകരണം അർഹിക്കുന്നുണ്ട്, ഒരു വീണ്ടും വിചാരം അർഹിക്കുന്നുണ്ട്. ഇത്തരം അസ്പർശ്യത എല്ലാ മേഖലയ്ക്കകത്തും ഉണ്ട്. പഠിച്ചവരും പഠിക്കാത്തവർക്കിടയിലും ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനും ഈ പുതിയ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചൊരു വിഷയം അത്. എന്തുമാത്രം തരത്തിലുള്ള ഈ വിഭാഗീയതയാണ് ഈ സമൂഹത്തിലുള്ളത്. അതിനെയൊക്കെ ക്രോസ് ചെയ്യാനാണ് പറയുന്നത്. അകപ്പാട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ അതിരേ ഉള്ളൂ, അത് ഭൂമിയുടെ അതിരാണ്. ഇത് കണക്കൊരു കടലോരത്തിരുന്നു കൊണ്ടാണ് യേശു ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പാലസ്തീനയിൽ ഒരു ചെറിയ കടലോരം, ആ പാലസ്തീനയിൽ ഒരു ചെറിയ കടലോരത്തിരുന്നു കൊണ്ട് യേശു പറയുന്ന ഭൂമിയുടെ അതിരുകളാണ്. അത് ചെറിയ വീക്ഷണമൊന്നുമല്ല. അപ്പം അതിനിടയിലുള്ള ഒരു അതിനകത്തും പെട്ടുപോകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് എന്തൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾ മനുഷ്യനെ അകറ്റി നിർത്തിയിരിക്കുന്ന ആ കാരണങ്ങളൊക്കെ ഇല്ലാതെ ആവണം എന്നുള്ളതാണ് ആ മൂന്നാമത്തെ നാല്. ഇങ്ങനെ പിശാചുക്കളെ പുറത്താക്കുക എന്ന് പറയുന്നത്. പിശാചിനെക്കുറിച്ച് ഒരൊറ്റ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് യേശു പറഞ്ഞിട്ടുള്ളത്. എന്താണത്? അവൻ നുണകളുടെ അച്ഛനാണ്. ഇത് മാത്രം നുണകളാണ് ഇങ്ങനെ ഉള്ളിലിങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അസല് ഈ നുണകളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ സത്യമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ആളുടെ പേരാണ് സാത്താൻ. ആ നുണകൾക്കൊക്കെ പരിഹാരമുണ്ട്. ആ നുണകളെ തിരുത്താൻ വന്ന ആളുടെ പേരാണ് യേശു. അപ്പം അതും വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും നമ്മളുമൊക്കെ കൊണ്ട് നടക്കുന്ന അനവധിയായ നുണകളുണ്ട്. വാസ്തവത്തിൽ ഇന്ന് ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യം പഠിക്കുന്നതല്ല, പഴയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ അൺലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് വാസ്തവത്തിൽ പുതിയ ലേണിംഗ്. കാരണം അത്രയും കാലാകാലങ്ങളായിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ പാരമ്പര്യവും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ചില ധാരണകളൊക്കെ നവീകരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഈ പറഞ്ഞ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വരിക. ഒറ്റവാക്ക് പറഞ്ഞാൽ സത്താൻ്റെ ഉച്ചാടനത്തിൽ ഏർപ്പെടുക. ഇതുമാത്രം കാര്യങ്ങൾക്കകത്താണ് ഉച്ചാടനം ആവശ്യമുള്ളത്. അപ്പോൾ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണം ഇങ്ങനെയാണ്: കുട്ടിയെ നിങ്ങൾ തല്ലുന്നു വിചാരിക്കുക. കുട്ടിയെ തല്ലുന്ന നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സ്നേഹിക്കുന്നതുകൊണ്ടാണ് കുട്ടിയെ തല്ലുന്നത്. വസ്തുത്തിൽ എന്തൊരു ബാലിശമായ വിചാരം അത്. സ്നേഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് അവകാശമുണ്ടോ? അപ്പോൾ അത് നമ്മളുണ്ടാക്കിയെടുത്ത ഒരു യുക്തിയാണ്. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കുമൊക്കെ കുട്ടിയെ തല്ലാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു അവകാശത്തിൻ്റെ പേരിൽ നമ്മൾ വിചാരിക്കുന്നു അതായിരിക്കും സ്നേഹത്തിൻ്റെ ഒരു ശരിയായ പരിഗണന, ശരിയായ ട്രാക്ക്. എന്തൊരു തെറ്റായ ധാരണയാണ്. എന്നിട്ടും അത് ശരിയാണ് നമുക്കിപ്പോഴും തോന്നുന്നില്ലേ? പല സ്കൂളുകളിലും ഇങ്ങനെ അധ്യാപകർക്കൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇതാണ്: അച്ഛാ, ഒന്ന് കുട്ടികളെ തല്ലാനായിട്ടുള്ളൊരു അവകാശം പോലും ഇപ്പോൾ ഇല്ല. അതിൻ്റെ പേരിൽ വലിയ പുകിലാണ് ഉണ്ടാകുന്നത്. തല്ലാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ആരാ പറഞ്ഞത്? അതിങ്ങനെ നുണയാണ്. അപ്പോൾ കണ്ട വിചാരങ്ങളെ ഒറ്റ വാക്കിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ചില മനുഷ്യരെ, ഒരു കാലത്ത് ഒരു പരിഗണനയ്ക്കും വിധേയപ്പെടാത്ത, ശ്രദ്ധയ്ക്ക് കാരണമാകാത്ത മനുഷ്യരെ
അവനിങ്ങനെ ഭൂമിയുടെ അതിരുകളിലേക്ക് അയക്കുകയാണ്. അവരായിരിക്കും ഭൂമിയുടെ ഈ മൂലക്കല്ലായിട്ട് മാറാൻ പോകുന്നത്. ഇങ്ങനെ പലതിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു കല്ല. അവർക്ക് കൊടുക്കുന്ന നിയോഗം ഇതാണ്: രോഗികളെ സൗഖ്യപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുക, ഇങ്ങനെ ഉച്ചാടന പ്രക്രിയയിൽ ഏർപ്പെടുക. ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ പശ്ചാത്തലത്തിൽ ഒന്ന് ധ്യാനിച്ചെടുക്കാവുന്നതാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.